ഫാമിലിയും ഹിന്ദു ഫാമിലിയും കല്യാണം കഴിച്ചു. ഓക്കെ, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യണമെന്നറിയാവോ അതൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ. നമുക്ക് പറയാം മോഡേൺ രീതി പ്രകാരം ഞങ്ങൾ വേറെ ഒന്നും ഒരു വിഷയമല്ല ചെയ്യുന്നത്. ഇവരുടെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും. ഇവർ ഏത് രീതി ഫോളോ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. ചില പ്രാർത്ഥനാ രീതികൾ വേറെ, ചില വിശ്വാസങ്ങൾ വേറെ. ചിലയിടത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല, ചിലയിടത്ത് ഇവിടെ പോകാൻ പാടില്ല, ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല. ടോട്ടൽ. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഇതൊന്നും നോക്കത്തില്ല. ചടയന പരിപാടി എങ്ങനെ തീർക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവ എപ്പോഴും ഒരേ കമ്മ്യൂണിറ്റി ഒരേ കാസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ഒരു ചെറിയ വിശ്വാസത്തിന് വേരിയേഷൻ വരെ ഇവിടെ ബാധിക്കും. അതേപോലെ ഒരു കുടുംബത്തിലെ കാര്യം പോലും ചിലർ ഭയങ്കര വൃത്തിയായിട്ട് അടുക്കി പെറുക്കി. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഡോക്ടർ സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കും. ഇപ്പൊ സംഗതികളൊക്കെ മാറിയിട്ട് അദ്ദേഹം വിശ്വാസ കാര്യങ്ങളിലേക്കും നമ്മുടെ വിവാഹ കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഹിന്ദു മുസ്ലിമും ഒരു കാരണവശാലും കല്യാണം കഴിച്ചു പോകരുതെന്നാണ്. ഹിന്ദു മുസ്ലിമും ഒരു കാരണവശാലും കല്യാണം കഴിച്ചു പോകരുത്. അവരുടെ വിശ്വാസം അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഹിന്ദു മുസ്ലിം വിവാഹം കഴിച്ച് പോകരുതെന്നൊക്കെ പറയുന്ന മഹാ അബദ്ധമാണ്. അത് മാത്രമല്ല, അവർ വിവാഹം കഴിക്കാൻ അങ്ങനെ വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ. ഇദ്ദേഹം പറഞ്ഞത് ട്രഡീഷണൽ വിവാഹങ്ങൾ മാത്രം മതി. അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ട്രഡീഷണൽ വിവാഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യന്മാരുണ്ടായ കാലഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് ഒരേ ജാതി മതം നോക്കിയിട്ടാണ് നമ്മളൊക്കെ കല്യാണം കഴിച്ചിരുന്നത്. സംഗീത അവിടെ കിടക്കട്ടെ. ഇദ്ദേഹം പറയുന്നതിലൊരു വലിയ വങ്കത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു മുസ്ലിം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ മതം ഫോളോ ചെയ്യണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? അതാണ് എൻ്റെ ഒരു മാന്യമായ ചോദ്യം. നിങ്ങൾ ഒരു ഹിന്ദുവാണ്, ഒരു മുസ്ലിമാണ്, രണ്ടുപേരും നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു വിചാരിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു ചെക്കൻ വിവാഹം കഴിക്കുന്നെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി എങ്ങാണ്ട് മതം മാറ്റുന്നുണ്ടെങ്കിൽ അവൻ ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ആ മതത്തെയാണ്, അവന്റെ മതത്തെയാണ് അവൻ സ്നേഹിച്ചെന്നർത്ഥം. നേരെ തിരിച്ചു സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഒരു ഹിന്ദു പയ്യൻ ഒരു മുസ്ലിം പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിച്ചു വിചാരിക്കുക. നടക്കുന്ന കാര്യം എന്തായിരിക്കും? മിക്കവാറും ആ പെൺകുട്ടിയെ മുസ്ലിം മതത്തിലേക്ക് മാറ്റും, എന്നിട്ടാണ് വിവാഹം കഴിക്കുക. അതായത് അവൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ അവൻ്റെ മതത്തെയാണ് സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നു, ആ പരിപാടി നിർത്തിയേക്കുക. നിങ്ങൾ ഒരു 10-25 വയസ്സ് വരെ, 25 വയസ്സിലൊക്കെ അല്ല മിക്കവാറും ഇങ്ങനെ വിവാഹം കഴിച്ച് പോവുക. ഒരു 10-20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെ ഒരു പ്രത്യേക മതം പിന്തുടരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചത്തുപോകുന്നത് വരെ, ആ വ്യക്തി മരിച്ചു പോകുന്നവരെ അവരുടെ മനസ്സിൽ, അവരുടെ തലച്ചോറിൽ ആ മതം ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരാ 25 വയസ്സ് വരെ ഫോളോ ചെയ്ത മതം അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിന്ദുവാണ് മുസ്ലിം മതത്തിലേക്ക് ഈ വിവാഹത്തിന് ഭാഗമായിട്ടൊരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പോയെന്ന് വിചാരിക്കുക. അവർ വളരെ വൃത്തിയായിട്ട് ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളും മറ്റൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞു വയ്ക്കാം, ഒരു ഉത്സവം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓണം വരുന്ന സമയത്ത്, തിരുവാതിര വരുന്ന സമയത്ത്, വിഷു വരുന്ന സമയത്ത്, ഇങ്ങനെ ഹിന്ദുക്കളേത് മാത്രമായിട്ടുള്ള ചില ആഘോഷ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ആ ഒരു സമയം വരുന്ന സമയത്ത് ഇവരെ മനസ്സിനുള്ളിൽ തീർച്ചയായിട്ടും ആ ഒരു തോന്നലുണ്ടായിരിക്കും. അത് മാറിപ്പോകുന്നില്ല. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ സംഗതി മാറിപ്പോകില്ല. പണ്ടൊരു എന്താണ് കോട്ടയ്ക്കത്തൊരു എൻ്റെ സുഹൃത്ത് പറഞ്ഞ, ദിലീപ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ ഒരു കഥ പോലെ, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു മനുഷ്യൻ, അയാളിങ്ങനെ തുള്ളാനൊക്കെ പോകുന്ന ആളാണ്. അദ്ദേഹം ഈ പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച അവസാനം മതം മാറേണ്ടി വന്നു മുസ്ലിമിലേക്ക്. അങ്ങനെ മതം മാറിക്കഴിഞ്ഞ ശേഷമുള്ളൊരു വർഷത്തിൽ അദ്ദേഹം നാട്ടിലൊരു പൂരത്തിന് പോയി നിൽക്കുമ്പോൾ അവിടെ ചെണ്ടയ്ക്ക് ഇങ്ങനെ കൊട്ട് കയറുമ്പോൾ ഇയാളെ കാലിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പണ്ട് ആ അമ്പലത്തിൽ തുള്ളിയുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത് മാറൂല. നമ്മളൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയുന്ന മാതിരി ഈ സംഗതി അവിടെ കെടുക്കുന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ചില ആളുകളുണ്ട്, ഈ മതം എന്നുള്ള സാധനം വലിച്ചെറിയും. അത് വലിച്ചെറിഞ്ഞ് അത്രയും നന്നു. ഇദ്ദേഹം ആഗ്രഹിക്കുന്ന മതം അതേപോലെ തന്നെ ശക്തമായി നിലനിൽക്കണം എന്നാണ്. ഇയാളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇയാളൊരു മാപ്പിളാണെന്നൊക്കെ വിചാരിക്കും. അല്ല കേട്ടോ, നമുക്കൊന്ന് എന്നിലേക്കൊന്ന് ഒന്നിട്ട് പോവാം. എന്തായാലും മതം എന്നുള്ള സാധനം വലിച്ചെറിയുക, എന്നിട്ട് രണ്ടും മനുഷ്യരായിട്ട് വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ നോക്കുകയാണെങ്കിൽ എന്ത് സുന്ദരമായിരിക്കും ആലോചിച്ച് നോക്കി. എത്ര ഗംഭീരമായിരിക്കും. പക്ഷെ ഇയാളത് വിടാൻ പ്ലാനില്ല കേട്ടോ. വീണ്ടും പറയുന്നുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ
ബെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു സഭയുണ്ട്, റോമൻ കാത്തലിക് ഉണ്ട്. എന്റെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ കമ്മ്യൂണിറ്റി പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായ ഉണ്ട്, മലങ്കര ഉണ്ട്, അങ്ങനെ പല പല കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ റോമൻ കത്തോലിക്കിലുള്ള പെൺകുട്ടി റോമൻ കത്തോലിക്കിലുള്ള ഒരു ആൺകുട്ടിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ശരിക്കും പ്രായമുള്ളവർ പറയുന്നത് നിങ്ങൾ വേറെ നോക്കരുത്, ശരിയാണ്. ഈ റോമൻ കത്തോലിക്കുള്ള പെൺകുട്ടി പോയിട്ട് ബെന്തിക്കോസിലോ CSIയിലോ അല്ലെങ്കിൽ യാക്കോബയിലോ കല്യാണം കഴിച്ചാൽ ഇവിടെ ഇവരുടെ പ്രേമവും ഇഷ്ടം കൊണ്ടായിരിക്കും വീട്ടുകാരെ സമ്മതിക്കുന്ന വെച്ചു. പക്ഷെ ഇവരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 90%, 100 അല്ല 90%. ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വേറെ, വിശ്വാസങ്ങൾ വേറെ, പ്രാർത്ഥന രീതികൾ വേറെ, ടോട്ടൽ വേറെയാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നത് എന്റെ പൊന്നു സുഹൃത്ത്, ഇതെന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? അതുകൊണ്ട് ഒഴിവാക്കിയ പോരെ. നോക്കൂ, ആ ഒരു പണ്ടാറ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലേ? ഈ പറയുന്ന വിശ്വാസ പണ്ടാറങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ സംഗതി ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ജീവിതം ഉണ്ടാവില്ലേ? നമുക്ക് ജീവിക്കാൻ ബേസിക് ആയിട്ട് എന്താ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞുതരാം. 99% പൈസ. ഒരു ജീവിതം വളരെ മാന്യം മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് 99% പൈസയാണ് വേണ്ടത്. 1% നമ്മൾ ഉണ്ടാക്കുന്ന കുരുത്തക്കട. അതിൽ വിശ്വാസം വരും, നമ്മളുടെ മതിലുചാട്ടം വരും, പ്രണയം വരും, തേങ്ങ മാങ്ങ തല്ല് കാണാൻ കൂട്ടുകാർ, അത് ഇത് മദ്യപാനം എല്ലാം വരും. 99% പണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ജീവിതം ഹാപ്പി ആയിരിക്കും. പണം ഉണ്ടെങ്കിൽ ഈ വിശ്വാസം ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല അബണ്ടന്റ്, അത്രയ്ക്ക് നല്ല പൈസ ഉണ്ട്. ഒരു മതവും നിങ്ങളുടെ മുമ്പിൽ ഇടപെടില്ല. നീ മര്യാദയ്ക്ക് പള്ളിക്ക് വന്നോട്ടാ, നീ മര്യാദയ്ക്ക് അമ്പലത്തിക്ക് വന്നോട്ടാ, നീ മര്യാദയ്ക്ക് കുർബാനയ്ക്ക് കൂടിക്കോട്ടാ എന്ന നിർബന്ധമൊന്നും നിങ്ങൾ പണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. എന്നാൽ അതേസമയം നിങ്ങളൊരല്പം പണം കുറഞ്ഞ ആളാണെങ്കിൽ ഈ മതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നോക്കൂ, ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരാള് മറ്റേ പെൺകുട്ടിയെ വിവാഹം കഴിച്ച സമയത്ത് ഏതെങ്കിലും മതം ഇടപെട്ടോ? ആഷിഖ് കപൂറിന്റെ മതം ഇടപെട്ടോ? നീ ആ പെൺകുട്ടിയുടെ മതം അവർ വിവാഹത്തിൽ ഇടപെട്ടോ? ഇടപെടില്ല. കാരണം അവർ വേറെ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. നോക്കൂ, മമ്മൂട്ടി സഞ്ചരിക്കുന്നുണ്ട്, മമ്മൂട്ടിയുടെ ഭാര്യ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഭാര്യ തട്ടമിട്ടിട്ടാണോ മൊത്തം മൂടിയിട്ടാണോ പർദ്ദ കിട്ടിട്ടാണോ നടക്കുന്നത്? അല്ല. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മതങ്ങൾ വന്നിട്ട് ഇടപെടുന്നുണ്ടോ? അദ്ദേഹം തന്നെ ഫോളോ ചെയ്യുന്ന മതവാദികൾ വന്നിട്ട് തട്ടമിട്ട് കൊണ്ടുപോടാ എന്നുള്ള വർത്തമാനം പറയുന്നുണ്ടോ? ഇല്ല. ദുൽഖർ സൽമാനെ നോക്കൂ, അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കൂ, ഏറ്റവും മോഡേൺ വസ്ത്രം അണിഞ്ഞിട്ടല്ലേ നടക്കുന്നേ. ഏതെങ്കിലും മതവാദികൾ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? ഇടപെട്ടാൽ തന്നെ പോയി വേണേക്കം പറയും, ഇല്ലേ? അപ്പൊ ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് പണമാണ്. പണം ഉണ്ടാക്കുക, നന്നായിട്ട് പണം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒന്നും പെടാതെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം കൊണ്ടുപോകാം. ഒരു മതവാദിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടില്ല. പണമില്ലയോ നിങ്ങളെ ഏറ്റവും സെഡ് തീരുമാനിക്കുന്നതും ലവന്മാരായിരിക്കും. അപ്പോൾ പ്രണയിച്ചോളൂ, സുന്ദരമായിട്ട് പ്രണയിച്ചോളൂ, വിവാഹം കഴിച്ചോളൂ. പക്ഷേ ജീവിതത്തിൽ പണം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു വിശ്വാസ പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. ബൈ.